വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم. وقال النبي صلى الله عليه وسلم لا فضل لعربي على جميل ഇല്ലാ ബിത്തഖ്വ. ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ, മറ്റേ വേദിയിലിരിക്കുന്ന എൻ്റെ സഹപാഠി സുഹൃത്തുക്കൾ, രക്ഷകർത്താക്കൾ മുഴുവർക്കും ദീനിൻ്റെ അഭിവാദ്യം. സർവസ്തുതിയും സർവാധിപതിയും സർവസമ്പൂർണ്ണ സ്വീകർത്താഹുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മഹനീയമായ സദസ്സിനെ കബൂൽ ചെയ്യുമാറാട്ടെ. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയ പോലെ നാളെ അവൻ്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിൽ നാമവുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാട്ടെ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മനുഷ്യാവകാശവും ഇസ്ലാമും. എന്താണ് മനുഷ്യാവകാശം? ഓരോ മനുഷ്യനും സ്വാതന്ത്ര്യത്തോടു കൂടിയും അന്തസ്സോടുകൂടിയും ജീവിക്കാനുള്ള അടിസ്ഥാനപരമായ അവകാശങ്ങൾക്കാണ് മനുഷ്യാവകാശമെന്ന് പറയുന്നത്. ഈ അവകാശങ്ങളെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ 1400 വർഷങ്ങൾക്കപ്പുറം ലോകത്ത് ആദ്യമായി നിയമപരവും ധാർമ്മികപരമായ ഒരു ഇസ്ലാം അടിത്തറ സ്ഥാപിച്ചു കൊണ്ടുവന്നപ്പോൾ, ഇസ്ലാമിൻ്റെ മുഴുവൻ മനുഷ്യാവകാശങ്ങളെയും കൊണ്ടുവന്നപ്പോൾ ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പറയുകയാണ് ദീനുൽ ഇസ്ലാമിൽ ഒരു മനുഷ്യർക്കും അവകാശം കൊടുക്കുന്നില്ല എന്ന്. ദീനുൽ ഇസ്ലാമിൻ്റെ മനുഷ്യാവകാശം വെറും നിയമങ്ങളല്ല, മറിച്ച് ഓരോ മനുഷ്യനും ബാധകമാകുന്ന അവൻ്റെ അന്തസ്സിനും അവൻ്റെ മൂല്യത്തിനും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതം കൂടിയാണ് ദീനുൽ ഇസ്ലാം. അവൻ്റെ വംശമോ അവൻ്റെ വർഗമോ അവൻ്റെ വിശ്വാസമോ പരിഗണിക്കാതെ മുഴുവൻ മനുഷ്യനെയും പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ദീനുൽ ഇസ്ലാം മുന്നോട്ട് വരുന്നത്. ഇതാണ് ദീനുൽ ഇസ്ലാം. ദീനുൽ ഇസ്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് അവനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, നിങ്ങൾ ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നത് ഒരു മനുഷ്യകുലത്തെ മുഴുവനും വധിക്കുന്നതിന് തുല്യമാണെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നത് മുഴുവൻ മനുഷ്യനെയും കൊല്ലുന്നത് തുല്യമാണെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അവനിക്ക് ആവശ്യമായ ഒരു അവകാശമാണ് ഈ ഭൂമിയിൽ അവനിക്ക് ജീവിക്കാനുള്ള അവകാശം. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. വലാ തഖ്തുലു ഔലാദകും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. ഖശിയത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല്ലരുത്. കാരണം നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നത് നാമാണ്. ഇത്രയും സുന്ദരമായ, ഇത്രയും മനോഹരമായ ഒരു കാഴ്ചപ്പാടാണ് ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഇത് ഒരു മതത്തിലോ നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല. മനുഷ്യന് അള്ളാഹു പവിത്രം നൽകിയതിന് ശേഷം, അള്ളാഹു മനുഷ്യന് പവിത്രം നൽകിയതെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരിക്കലും സ്ത്രീകളെ അവിടെ താഴ്ത്തി ഒരിക്കലും പറഞ്ഞില്ല. മറിച്ച് സ്ത്രീകൾക്ക് അവകാശമുണ്ട്, സ്ത്രീകൾക്ക് മുഴുവൻ കാര്യങ്ങളും അവകാശമുണ്ടെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലേക്ക് നാം കാണാൻ സാധിക്കുന്നത് സ്ത്രീകളെ വെറും അടുക്കളയിൽ അടച്ചിട്ട വസ്തുക്കളായി മാത്രമാണ് ദീനുൽ ഇസ്ലാം ഇന്ന് കാണുന്ന സ്ത്രീകളെ എന്ന് പറയുമ്പോൾ, നാം ഒന്ന് മറ്റ് മതക്കാരുടെ ഗ്രന്ഥങ്ങളിലേക്ക് നാം നോക്കുമ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ക്രൈസ്തവരുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറ്റാണ്ടിന് ശേഷം
ഏകദേശം നിയോഗത്തിന് 8-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ തന്നെ മുഴുവൻ സ്ത്രീകൾക്കും അവരുടെ ഭർത്താക്കന്മാർ മുഴുവൻ സ്ത്രീകളെയും അവർ വിറ്റിരുന്നു പൈസയ്ക്ക് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് ശേഷമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുമ്പല്ല എന്ന് നാം ഓർക്കണം. ജൂതമതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ അവരുടെ സ്ത്രീകൾക്ക് സ്വത്തിൽ ഒരു സ്വത്ത് അനന്തരാവകാശവും നൽകാത്തൊരു വിഭാഗം. ഹൈന്ദവ വിഭാഗത്തിലേക്ക് നാം നോക്കുമ്പോഴും അവരുടെ സ്ത്രീകൾക്ക് ഒരു സ്വതന്ത്രാവകാശവും ഒരു അനന്തരാവകാശവും നൽകാത്ത മതം. അവരുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത പുത്രന് മാത്രം നൽകുന്ന അവകാശം വേറെ ആർക്കും നൽകുന്നില്ല. ഇത്രയുമാണ് ഓരോ മതത്തിലും സ്ത്രീകളോട് കാർഷിച്ച് തുപ്പുന്ന ഒരു മതങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? വളരെ സുന്ദരം മനോഹരമായ രീതിയിലാണ് ദീനുൽ ഇസ്ലാം മുന്നോട്ട് വരുന്നത്. സ്ത്രീകൾക്ക് അവരുടെ സ്വത്തിന്റെ, പുരുഷന്റെ സ്വത്തിന്റെ പകുതി അവകാശമുണ്ടെന്ന് പറയുന്നു. അവർക്ക് മുഴുവൻ കാര്യങ്ങളിലും അവകാശമുണ്ടെന്ന് പറയുന്നു. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മുഴുവൻ, അവരുടെ വിവാഹ ആലോചനയിലുള്ള അവകാശം മുഴുവനും ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നു. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശത്തിന് ശേഷം ഏറ്റവും വലിയ അവകാശമാണ് അവനിക്ക് നീതിപൂർവം ഈ ലോകത്ത് ജീവിക്കുക എന്നത്. നീതിപൂർവം ഒരു മനുഷ്യനെ ജീവിക്കുക എന്നത് ഒരു മനുഷ്യന്റെ അടിസ്ഥാനപരമായ കാര്യമാണ്. അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ദീനുൽ ഇസ്ലാം മുഴുവൻ മനുഷ്യരെയും തുല്യമായി കാണാൻ കൽപ്പിക്കുന്നു. അവനൊരു രാജാവായാലും അവനൊരു സാധാരണക്കാരനായാലും അവൻ നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ തോളോട് തോള് ചേർന്ന് നിൽക്കാനാണ് ദീനുൽ ഇസ്ലാം കൽപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തിൽ വദാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ ഇല്ലാ ബിത്തഖ്വ. ഒരു അനറബിയും അറബിയേക്കാളോ ഒരറബിയോ അനറബിയേക്കാളോ ശ്രേഷ്ഠനല്ല, മറിച്ച് അവൻ തഖ്വ കൊണ്ട് മാത്രമാണ് ശ്രേഷ്ഠമെന്ന് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. എല്ലാ മനുഷ്യരെയും ഒരുപോലെ ഒരേ രീതിയിൽ കാണാൻ പഠിപ്പിച്ച മതം. ഇന്ന് നടക്കുന്ന അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും അനാചാരങ്ങൾക്കും മുഴുവൻ പേക്കോത്തുകൾക്കും നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം എവിടുന്ന് വന്നു? മതത്തിന്റെ നിന്നുള്ള തെന്നി മാറി വന്ന ഓരോ കാഴ്ചപ്പാടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ മാത്രമാണ് ഏറ്റവും നല്ല മാർഗമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇന്ന് ഈ കാണുന്ന അക്രമങ്ങളും അനാചാരങ്ങളും നിർത്തി തടയണമെങ്കിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ലോകം മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിത്താഴയിലേക്ക് സഞ്ചരിക്കുക എന്നത് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.